ഭൂപടങ്ങളിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത, ഒരിക്കൽ പോലും മനുഷ്യന്റെ പാദസ്പർശമേറ്റിട്ടില്ലാത്ത അതിശൈത്യമേറിയ ഉത്തര ധ്രുവത്തിന്റെ ഭാഗങ്ങളിൽ രണ്ട് മനുഷ്യരകപ്പെട്ടു പോയാൽ എന്തായിരിക്കും അവസ്ഥ? ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും അല്ല, വർഷങ്ങളോളം അകപ്പെട്ടു പോയാൽ ഒന്ന് ഉറങ്ങുന്നത് പോലും നാളെ ഉണരുമോ എന്ന ആശങ്കയോടെയാവില്ലേ? ഉണർന്നു കഴിഞ്ഞാൽ ഇന്നായിരിക്കുമോ ആ അവസാന ദിനമെന്നോർത്ത് മനസ്സ് വല്ലാതെ വേവലാതിപ്പെടില്ലേ? മരണം എത്തുന്നത് തണുപ്പിന്റെ രൂപത്തിലാണോ, പട്ടിണിയുടെ രൂപത്തിലാണോ, അതോ ഹിമക്കരുടിയുടെ ആക്രമണത്താലാണോ എന്ന ചിന്ത പോലും വല്ലാതെ മനസ്സിനെ വേദനിപ്പിക്കില്ലേ? പറഞ്ഞു വരുന്നത് യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചാണ്. മരിച്ചവരുടെ കണ്ടെത്തലുകൾക്ക് വേണ്ടി ഗ്രീൻലാൻഡിന്റെ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിലേക്ക് യാത്ര പോയി അവിടെ അകപ്പെട്ട രണ്ട് മനുഷ്യരുടെ യഥാർത്ഥ കഥ. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും പൂർണ്ണമായും കേട്ടിരിക്കേണ്ടതും ഫാമിലി ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതുമായ ഒരു യഥാർത്ഥ കഥയാണ്. വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് നേരെയാ കഥയിലേക്ക് പോവാം. കിങ്ഡം ഓഫ് ഡെൻമാർക്കിന്റെ ഭാഗമായി നിലനിന്നിരുന്ന ഗ്രീൻലാൻഡിൽ അമേരിക്കയ്ക്ക് ഒരു അവകാശവാദം ഉണ്ടായിരുന്നു. ഗ്രീൻലാൻഡിന്റെ ചില ഭാഗങ്ങൾ തങ്ങളുടേതാണ് എന്നായിരുന്നു അമേരിക്ക പറഞ്ഞിരുന്നത്. ഇതിന്റെ കാരണമായി അവർ പറഞ്ഞത് റോബർട്ട് പിയറി എന്ന അമേരിക്കൻ പര്യവേഷകൻ ഒരു കണ്ടെത്തൽ നടത്തുന്നുണ്ട്. ഗ്രീൻലാൻഡിനെ രണ്ടായി മുറിച്ചുകൊണ്ട് ഒരു ചാനൽ കടന്നു പോകുന്നുണ്ട്. റോബർട്ട് പിയറിയാണ് ആ ചാനൽ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ പിയറി ചാനൽ എന്ന് ആ ചാനൽ അറിയപ്പെട്ടു. എന്നാൽ ഗ്രീൻലാൻഡിന്റെ ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുന്ന ഒരു മാപ്പ് പോലും അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇല്ലായിരുന്നു. അതായത് മനുഷ്യന്മാർ അങ്ങോട്ട് യാത്ര ചെയ്തിട്ടില്ല. ആ ഭാഗങ്ങൾ എങ്ങനെയാണ് എന്ന് പുറം ലോകത്തിന് യാതൊരു അറിവുമില്ല. കാരണം ഉത്തര ധ്രുവത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രീൻലാൻഡിന്റെ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങൾ ആയതുകൊണ്ട് തന്നെ കൊടിയ തണുപ്പാണ് ആ ഭാഗങ്ങളിലുള്ളത്. സാധാരണ ഒരു മനുഷ്യന് ആ ഭാഗങ്ങളിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ നിരവധി പര്യവേഷകർ ആ ഭാഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. അതാത് സമയങ്ങളിൽ ആ സ്ഥലത്ത് കിടന്ന് മരണപ്പെട്ടിട്ടുമുണ്ട്. ആ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് പലപ്പോഴും ഒരുപാട് ശവശരീരങ്ങളും കാണാൻ സാധിക്കും. കാരണം അവിടങ്ങളിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ശരീരം അഴുകുന്നതല്ല, അത്രത്തോളം തണുപ്പാണ് ആ സ്ഥലങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്ടീരിയകൾക്ക് അവിടെ പ്രവർത്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഒരു മമ്മിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ പലപ്പോഴും ആ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളെ കാത്തിരിക്കുന്നത് അവിടങ്ങളിൽ വെച്ച് മരണപ്പെട്ട പര്യവേഷകരുടെ ശവശരീരങ്ങളാണ്. 1906, 1908 കാലഘട്ടങ്ങളിൽ പിയറി ചാനൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഡെൻമാർക്കുകാരായ 3 പേർ അങ്ങോട്ടൊരു പര്യവേഷണം നടത്തുന്നുണ്ട്. അതായത് ഗ്രീൻലാൻഡിന്റെ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിലേക്ക് അവരൊരു യാത്ര നടത്തുകയാണ്. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഈ യാത്രയിൽ ല്യൂവിക് എറിക്സന്റെ കൂടെ ഒരു കാർട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലം പോയി കണ്ടു കഴിഞ്ഞാൽ, അല്ലെ കുറച്ച് ദൂരം ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തിന്റെ മാപ്പ് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ മാപ്പുകൾ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ കഴിവുള്ള ആളുകളെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ് കാർട്ടോഗ്രാഫർ എന്ന് പറയുക. അങ്ങനെ ഒരു കാർട്ടോഗ്രാഫർ ഉണ്ട്. അത് കൂടാതെ ഗ്രീൻലാൻഡിൽ തന്നെ താമസിക്കുന്ന തണുപ്പുമായിട്ട് കുറച്ച് പരിചയമുള്ള ഒരാളും ല്യൂവിക് എറിക്സന്റെ കൂടെയുണ്ട്. ഈ 3 പേരും 1906 മുതൽ 1908 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ മേഖലകളിൽ ഒരു പര്യവേഷണം നടത്തുകയാണ്. അങ്ങനെ ഒരു പര്യവേഷണത്തിനൊടുവിൽ ഇവർ 3 പേരും മരണപ്പെടുകയാണ്. കാരണം നമുക്കറിയാം, കുറച്ച് കാലങ്ങൾക്ക് മുന്നേ തന്നെ അവിടേക്ക് പോയ എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ട്. ആ മേഖലകൾ കൃത്യമായി മനസ്സിലാക്കാനോ അത് മാപ്പ് ചെയ്യാനോ ഭൂപടത്തിൽ രേഖപ്പെടുത്താനോ ഒരാൾക്ക് പോലും 100 വർഷങ്ങൾക്ക് മുൻപ് സാധിച്ചിരുന്നില്ല. ഡെൻമാർക്ക് എക്സ്പെഡിഷൻ എന്നറിയപ്പെട്ട ഈ പര്യവേഷണത്തിൽ പക്ഷേ അവർ വളരെ തന്ത്രപ്രധാനമായ ഒരു കണ്ടെത്തൽ നടത്തുന്നുണ്ട്. പിയറി ചാനൽ എക്സസ് ചെയ്യുന്നില്ല, അതൊരു കള്ളം മാത്രമായിരുന്നു. അമേരിക്കയുടെ വാദം സാധൂകരിക്കാൻ വേണ്ടി റോബർട്ട് പിയറി എന്ന പര്യവേഷകൻ നടത്തിയ ഒരു വ്യാജ പ്രചരണമായിരുന്നു ഈ ചാനൽ എന്ന് അവർ കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ഈ കണ്ടെത്തൽ പുറം ലോകത്തെ അറിയിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ വരുന്ന വഴി തന്നെ മരണപ്പെടുന്നുണ്ട്. പക്ഷേ ഇവരിത് കണ്ടെത്തി, അല്ലെങ്കിൽ എന്തെല്ലാമോ കണ്ടെത്തലുകൾ നടത്തി എന്ന് പുറം ലോകത്തിന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇങ്ങനെ മരണപ്പെട്ട 3 പേരിൽ ഒരാളുടെ ശവശരീരം അങ്ങോട്ട് പര്യവേഷണം നടത്തുന്ന മറ്റ് പര്യവേഷകർ കണ്ടെത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു മാപ്പും ഉണ്ടായിരുന്നു. ഈ മാപ്പിൽ ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ പൂർണ്ണമായ രേഖകൾ ഈ മാപ്പിൽ ഇല്ലായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ യാത്ര പോകുന്ന പര്യവേഷകർ പലപ്പോഴും തങ്ങൾ നടത്തുന്ന കണ്ടെത്തലുകൾ തങ്ങൾ മരിക്കുന്നതിന് മുൻപ് ഒരു കല്ലുകൊണ്ടുണ്ടാക്കി ഒരു കൂടാരത്തിൻ്റെ ഉള്ളിൽ, മുളയുടെ ഒരു കുപ്പി പോലുള്ളൊരു സാധനത്തിനുള്ളിൽ വെച്ച് ഭദ്രമായി അടച്ചു വെക്കുന്ന ഒരു ശീലമുണ്ട്. ക്യാൻ എന്നാണ് അത്തരം കൂടാരങ്ങൾ അറിയപ്പെടുന്നത്. ഈ കൂടാരം കണ്ടെത്താൻ പക്ഷെ ആർക്കും സാധിക്കുന്നില്ല. ഈ കൂടാരത്തിൽ വളരെ തന്ത്രപ്രധാനമായ പല വിവരങ്ങളും ഉണ്ടാവുമെന്ന്
പുറം ലോകം വിശ്വസിച്ചു. പക്ഷെ അത് അന്വേഷിച്ച് അങ്ങോട്ട് പോവാൻ അധികമാർക്കും ധൈര്യം ഉണ്ടാവുന്നില്ല. എന്തായാലും ഈ 3 പര്യവേഷകരും മരണപ്പെട്ട് ഏതാണ്ട് 1 വർഷം കഴിയാണ്. മരിച്ചവർ എന്തെല്ലാമോ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. പുറം ലോകത്തിന് അത് എന്താണെന്ന് വ്യക്തമല്ല. ഡെൻമാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടെത്തലുകൾ വളരെ പ്രധാനപ്പെട്ടതുമാണ്. എന്നാലും ഗവൺമെന്റ് ഈ കണ്ടെത്തലുകൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അവർ അതിനുവേണ്ടി പണം മുടക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഈ സമയത്താണ് ഡെയിലി മെയിൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പത്രത്തിന്റെ ഉടമസ്ഥനായിരുന്ന ലോർഡ് നോർത്ത്ക്ലിഫ് എന്ന് പറയുന്ന വ്യക്തി ഒരു പുതിയ കാര്യവുമായിട്ട് മുന്നോട്ട് വരുന്നത്. അദ്ദേഹം എയ്നർ മിക്കൽസൺ എന്ന് പറയുന്ന ഒരു പര്യവേഷകനെ, ഡെൻമാർക്കുകാരനായ ഒരു പര്യവേഷകനെ കണ്ട് പറയുകയാണ്, ഞങ്ങൾ പണം മുടക്കാൻ തയ്യാറാണ്, നിങ്ങൾ മരിച്ച ആളുകളുടെ കണ്ടെത്തലുകൾ എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞു തരണം. അതായത് ആ ഭാഗങ്ങളിലേക്ക് പോയി ഈ ക്യാൻ എന്ന് പറയുന്ന ഈ കൂടാരം കണ്ടെത്തി അതിൻ്റെ ഉള്ളിൽ നിന്നും വിവരങ്ങൾ എടുത്ത് ഞങ്ങളുടെ പത്രത്തിന് തരണം. അതിൻ്റെ കോപ്പിറൈറ്റ് ഞങ്ങളായിരിക്കും എക്സ്ക്ലൂസീവായിട്ട് ഈ കാര്യം പബ്ലിഷ് ചെയ്യുക. ഈ കാര്യം കേട്ടപ്പോൾ എയ്നർ മിക്കൽസൺ എന്ന പര്യവേഷകൻ ആദ്യം ഒന്ന് വിചാരിക്കുന്നുണ്ട്, ശരിയാണല്ലോ, മരിച്ചവർ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്, അതെന്താണെന്ന് പുറം ലോകം അറിയണം, അതറിയേണ്ടത് എൻ്റെ രാജ്യത്തിൻ്റെ കൂടെ ഒരാവശ്യമാണ്. എയ്നർ മിക്കൽസൺ പക്ഷേ ഈ ബ്രിട്ടീഷുകാരന് വേണ്ടി പണിയെടുക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം ചിന്തിച്ചത്, എൻ്റെ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായ ഗ്രീൻലാൻഡിൻ്റെ ഭാഗങ്ങളിൽ അത്തരമൊരു ചാനൽ നിലനിൽക്കുന്നില്ല, അമേരിക്കയുടെ അവകാശവാദം തെറ്റാണ് എന്ന് തെളിയിക്കാൻ 3 മനുഷ്യർ ജീവൻ കൊടുത്തിരിക്കുന്നു. അവർ ജീവൻ കൊടുത്ത കണ്ടെത്തലുകൾ ഒരു ബ്രിട്ടീഷ് പത്രത്തിൽ, ഇംഗ്ലീഷുകാരൻ്റെ പത്രത്തിൽ അടിച്ചു വരികയാണ്. അപ്പോൾ അവരുടെ ജീവത്യാഗത്തിന് യാതൊരു വിലയുമില്ലാതെ ആയി പോകും. അതുകൊണ്ട് ഡെൻമാർക്കുകാരനായ ഞാൻ തന്നെ ഇത് കണ്ടെത്തണം, എന്നിട്ട് ഈ മരിച്ചവർക്ക് പൂർണ്ണമായും ബഹുമാനം കിട്ടുന്ന രീതിയിൽ ഈ കണ്ടെത്തലുകൾ പുറം ലോകത്തെ അറിയിക്കണം. അതിനുവേണ്ടി എയ്നർ മിക്കൽസൺ ചെയ്യുന്നത് ഗവൺമെന്റിനെ സമീപിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഗവൺമെന്റ് ഒരു തണുത്ത സമീപനമാണ് ഇതിനോട് സ്വീകരിക്കുന്നത്. അവർ പറയുന്നു, ഞങ്ങൾ ഇതിന് പണം മുടക്കാൻ തയ്യാറല്ല. എയ്നർ മിക്കൽസൺ ഒരുപാട് സമ്മർദ്ദം ചെലുത്തി ഗവൺമെന്റിൽ നിന്ന് ഒരു അനുകൂലമായ തീരുമാനം വാങ്ങുന്നുണ്ട്. അതായത് 50% പണം ഗവൺമെന്റ് തരാമെന്ന് എയ്നർ മിക്കൽസന്റെ സമ്മർദ്ദം മൂലം ഏൽക്കുകയാണ്. ഈ പര്യവേഷണത്തിന് വേണ്ട 50% പണം ഞങ്ങൾ തരാം, ബാക്കി 50% നിങ്ങൾ തന്നെ കണ്ടെത്തണം. എയ്നർ മിക്കൽസൺ ഒട്ടും ആശങ്കപ്പെട്ടില്ല. അദ്ദേഹം തൻ്റെ കയ്യിൽ നിന്നും പണമെടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അതിനുശേഷം ഈ ഡെൻമാർക്കിൻ്റെ ഈ ഭാഗങ്ങളിൽ, അതായത് ഡെൻമാർക്കിൻ്റെ അവിഭാജ്യ ഘടകമെന്ന് അവർ വിശ്വസിക്കുന്ന ഗ്രീൻലാൻഡിൻ്റെ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിലേക്ക് യാത്ര പോയി ഈ മരിച്ചവരുടെ കണ്ടെത്തലുകൾ സ്വന്തമാക്കണം. അതിനുശേഷം അവരെ പൂർണ്ണമായും ബഹുമാനിക്കുന്ന രീതിയിൽ അവരുടെ കണ്ടെത്തലുകൾ പുറം ലോകത്തെ അറിയിക്കണം. അതിനുവേണ്ടി 1909 ജൂൺ മാസം 20-ാം തീയതി അലബാമ എന്ന് പേരുണ്ടായിരുന്ന ഒരു കപ്പലിൽ ഇദ്ദേഹം അടക്കം, എയ്നർ മിക്കൽസൺ അടക്കം 7 പേർ ഗ്രീൻലാൻഡിൻ്റെ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിലേക്ക്, ഉത്തരധ്രുവത്തോട് ചേർന്ന് കിടക്കുന്ന അതിശൈത്യമേറിയ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത, മനുഷ്യന്റെ പാദസ്പർശമേറ്റിട്ടില്ലാത്ത ആ മേഖലകളിലേക്ക് യാത്ര പോവുകയാണ്. ഏതാണ്ട് 100 വർഷം മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. 1909 സംഭവിച്ച കാര്യമാണ്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പിന്നിടുന്ന യാത്രയാണ്. എത്ര കാലം കഴിഞ്ഞാണ് ഇവർക്ക് തിരിച്ചു വരാൻ സാധിക്കുക എന്ന് പോലും അറിയില്ല. കാരണം വിജയം മാത്രം പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു യാത്രയാണ്. ഗവൺമെന്റിൽ നിന്നും 50% ഫണ്ട് മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു കപ്പലിൽ വർഷങ്ങൾ ഭക്ഷിക്കാൻ ആവശ്യമായ ഭക്ഷണവും ഇവർ കരുതുന്നുണ്ട്. അത് ചൂടാക്കാനും കുക്ക് ചെയ്യാനും വേണ്ട ഗ്യാസ് സംവിധാനം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് ഇവർ യാത്ര പോകുന്നത്. ആഴ്ചകൾ പിന്നിടുന്നു. ഗ്രീൻലാൻഡിൻ്റെ ഈ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളുടെ അടുത്തെത്തിയ സമയത്ത് ഒരു കാര്യം സംഭവിക്കുകയാണ്. തണുത്തുറഞ്ഞ ആ ഭാഗങ്ങളിൽ അവരുടെ കപ്പൽ ഉറഞ്ഞു പോവുകയാണ്. അല്ലെങ്കിൽ ഐസ് പാളിയിൽ തട്ടി കപ്പൽ നിൽക്കുകയാണ്. മുന്നോട്ടും പിന്നോട്ടും അവർക്ക് കപ്പൽ ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. ഈ സമയത്ത് അവർ കപ്പൽ അവിടെ നിർത്തുന്നു. അതിനുശേഷം ഈ കപ്പൽ ഒരു വീടാക്കി മാറ്റുകയാണ്, ഒരു കോട്ടേജ് ആക്കി മാറ്റുകയാണ്. അതിന് വേണ്ട സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നു. അവർക്ക് താമസിക്കാനുള്ള കാര്യങ്ങളും കുറച്ചുകൂടെ നല്ല സൗകര്യങ്ങൾ വരുത്തുന്നു. അതിനുശേഷം അതിൻ്റെ ഉള്ളിലിരുന്ന് ഇവർ ആലോചിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും? നമുക്ക് മുന്നോട്ട് തന്നെ പോകണം. ഈ ഐസ് പാളിയുടെ മുകളിലൂടെ നടന്ന് മുന്നോട്ട് നീങ്ങിയാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഈ മരണപ്പെട്ടവരുടെ കണ്ടെത്തലുകൾ കണ്ടെത്താൻ സാധിച്ചേക്കാം, അത് പുറം ലോകത്തെ അറിയിക്കാൻ സാധിച്ചേക്കാം. അതിനുവേണ്ടി ഇവരൊരു തീരുമാനത്തിലെത്തുകയാണ്. ആദ്യം തന്നെ ഇവരുടെ പദ്ധതിയിൽ ഉണ്ടായിരുന്നത് എയ്നർ മിക്കൽസണും നല്ല പരിചയ സമ്പത്തുള്ള, ഐസിലൂടെയെല്ലാം യാത്ര ചെയ്യാൻ നല്ല കഴിവുള്ള ജോർജൻസൺ എന്ന് പറയുന്ന വ്യക്തിയും കുറച്ച് ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുക. അതിനുശേഷം ഇവരുടെ ലക്ഷ്യം പൂർത്തിയാക്കി തിരിച്ചു പോവുക. ഈ സമയത്ത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ബാക്കിയുള്ള ഈ അംഗങ്ങളിലെ 5 പേരും പരിശോധന നടത്തും. അവിടെ എവിടെയെങ്കിലും ഈ കൽക്കൂടാരം ഉണ്ടോ എന്ന് അവർ പരിശോധിക്കും. എന്നാൽ
വളരെ വലിയൊരു പ്രശ്നം സംഭവിക്കുകയാണ്. ഈ ജോർജൻസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ഷൂസ് ഒന്ന് അഴിച്ചു നോക്കിയപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി. ഈ കാല് മഞ്ഞ നിറമായിട്ടുണ്ട്, ഐസിൽ മരവിച്ച് ഒരു മഞ്ഞ നിറമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലിൽ തൊടുന്നത് പോലും അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുന്നില്ല. അവിടേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയാണ്. ഇവർ ചൂടാക്കാനൊക്കെ നോക്കുന്നുണ്ട്, ദിവസങ്ങൾ പിന്നിടുന്നു, അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നുണ്ട്. ഈ കാലിൻ്റെ മഞ്ഞ നിറം സാവധാനം ഒരു ഇരുണ്ട നിറമായിട്ട് മാറുകയാണ്. പിന്നീട് നല്ല കട്ടിയുള്ള കറുത്ത വയലറ്റ് നിറം, തിളങ്ങുന്ന ഒരു കറുത്ത നിറമായിട്ട് ഈ കാല് മാറുകയാണ്. ഇവർക്കൊരു കാര്യം മനസ്സിലായി, കാൽ മരിച്ചിരിക്കുന്നു, കാലിലേക്കുള്ള രക്തഓട്ടം പൂർണ്ണമായി നിലച്ചിരിക്കുന്നു. കാലിൻ്റെ ഭാഗങ്ങൾ മുറിച്ച് മാറ്റാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. ഇവർ ആ സമയത്ത് ചെയ്യുന്നത് കയ്യിലുണ്ടായിരുന്ന വിസ്കി വേദന സംഹാരിയായി ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ കാൽ വിരലുകളും കാൽപാദവും എല്ലാം ആംബ്യൂട്ട് ചെയ്ത് കളയുകയായിരുന്നു, മുറിച്ച് കളയുകയായിരുന്നു. അതായത് എയ്നർ മിക്കൽസന്റെ കൂടെ ദൂരേക്ക് പോയി പര്യവേഷണം നടത്തേണ്ടിയിരുന്ന ജോർജൻസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ കാൽപാദങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? ആശങ്കയോടെ ആ കൂട്ടം അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് ആരാണ് എൻ്റെ കൂടെ വരിക എന്ന് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, എയ്നർ മിക്കൽസൺ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ആരും തയ്യാറാവുന്നില്ല. കാരണം അത്യന്തം ദുഷ്കരമായിട്ടുള്ളൊരു യാത്രയാണ്. ഈ യാത്രയിൽ പോയി കഴിഞ്ഞാൽ ജീവനോടെ തിരിച്ചു വരാൻ പറ്റുമോ എന്ന കാര്യം പോലും സംശയമാണ്. എന്നാൽ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ, ഏറ്റവും എക്സ്പീരിയൻസ് കുറഞ്ഞ ഇവേഴ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ വരാമെന്ന് സ്വയം ഏൽക്കുകയാണ്. ഇദ്ദേഹം തയ്യാറാവുന്നു, ഞാൻ കൂടെ വരാം. ഈ ഇവേഴ്സൺ ഇല്ലേ, ഏറ്റവും അവസാനമായിട്ടാണ് ഈ ക്രൂവിൻ്റെ കൂടെ ചേരുന്നത് പോലും. ഇദ്ദേഹത്തിന് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഒരു ചെറുപ്പക്കാരനുമാണ്. എന്നാൽ ആരെങ്കിലും തൻ്റെ കൂടെ വരാൻ തയ്യാറായല്ലോ എന്ന സന്തോഷത്തിലാണ് എയ്നർ മിക്കൽസൺ നിൽക്കുന്നത്. അദ്ദേഹം ഇവേഴ്സനെയും കൂട്ടി യാത്ര പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഏതാനും ആഴ്ചകൾ ജീവിക്കേണ്ട കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഈ രണ്ടുപേരും എടുക്കുന്നുണ്ട്. അതിന് മഞ്ഞിൽ സർവൈവ് ചെയ്യാൻ വേണ്ട കുറച്ച് ടൂളുകളും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. എന്നിട്ടൊരു വണ്ടിയിലാണ് യാത്ര പോകുന്നത്. സ്ലഡ്ജ് എന്ന് വിളിക്കുന്ന, മഞ്ഞിലൂടെ തെന്നി നീങ്ങാൻ സാധിക്കുന്ന, നായ്ക്കൾ വലിക്കുന്ന ഒരു വണ്ടിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. നായ്ക്കൾ ഒരു 3-4 നായ്ക്കൾ ചേർന്ന് ഈ വണ്ടി വലിക്കും. നായ്ക്കൾ വലിക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇവർ യാത്ര ആരംഭിക്കുകയാണ്. നായ്ക്കൾ ഇവരെയും വലിച്ച് മുന്നോട്ട് പോവുകയാണ്. ദിവസങ്ങൾ പിന്നിടുന്നു. ഇവർ ചുറ്റും നോക്കുന്നുണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും തെളിവുകൾ കാണാൻ പറ്റുന്നുണ്ടോ, ഈ ഒരു ഭൂപടത്തെക്കുറിച്ചോ ഈ ഒരു പിയറി ചാനലിനെ പറ്റിയുള്ള എന്തെങ്കിലും തെളിവുകൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഇവർ വീണ്ടും വീണ്ടും നോക്കുന്നുണ്ട്. പക്ഷേ ദിവസങ്ങൾ കഴിയുന്നു, ആഴ്ചകൾ കഴിയുന്നു. ഈ നായ്ക്കൾ വല്ലാതെ ടയേർഡാവുകയാണ്. മഞ്ഞിലൂടെ ജീവിക്കാൻ പഠിച്ചിട്ടുള്ള നായ്ക്കൾ തന്നെയാണ്. സൈബീരിയൻ ഹസ്കി എന്ന് പറയുന്ന നായ്ക്കളെയൊക്കെ നമുക്കറിയാം. അതുപോലുള്ള മഞ്ഞിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന, മഞ്ഞിനെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന നായ്ക്കളെ തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ മനുഷ്യനെയും ഇത്രയും വലിയ ഭക്ഷണ സാധനങ്ങളെയും വലിച്ചുകൊണ്ടാണ് ഈ പാവം നായ്ക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ടയേർഡാവുന്നുണ്ട്. ഈ സമയത്ത് ഇവർ ചെയ്യുന്നത്, നല്ല കരുത്തുണ്ട് എന്ന് തോന്നിക്കുന്ന നായ്ക്കളെ ഫീഡ് ചെയ്യുന്നു, അല്ലാത്ത നായ്ക്കളെ ഇവർ കൊന്നുകളയുകയാണ്. കാരണം നായ്ക്കൾക്കും ഭക്ഷണം കൊടുക്കണം. നായ്ക്കൾ ശക്തിയില്ലാത്ത ടയേർഡായ നായ്ക്കളെ വീണ്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവരുടെ ഭക്ഷണ സാധനങ്ങളെല്ലാം തീർന്നു പോകുന്നതാണ്. കപ്പൽ മാർഗം ഇവർ യാത്ര ചെയ്ത് പോവണം എന്ന് തീരുമാനിച്ച സ്ഥലത്തിൻ്റെ പകുതി എത്തിയ സമയത്താണ് ഈ കപ്പൽ സ്റ്റക്കായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നായ്ക്കൾക്ക് കുറച്ചധികം ദൂരം തന്നെ വലിക്കേണ്ടതായിട്ടുണ്ട്. ആഴ്ചകൾ പിന്നിടുന്ന സമയത്ത് നായ്ക്കളെല്ലാം തന്നെ ടയേർഡാവുകയാണ്, നായ്ക്കളെല്ലാം തന്നെ ചാവുകയാണ്. എന്നാൽ തങ്ങളുടെ പര്യവേഷണ ദൗത്യം ഉപേക്ഷിച്ച് തിരിച്ചു പോരാൻ ഈ രണ്ടുപേരും തയ്യാറായില്ല. അവർക്ക് വേണ്ട അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം കയ്യിലെടുത്ത് ഈ മഞ്ഞിലൂടെ മുന്നോട്ട് നടക്കുകയാണ്. കുറച്ചധികം ദൂരങ്ങൾ, ദിവസങ്ങൾ അവർ നടക്കുന്നു. ഇങ്ങനെ ഒരു നടത്തത്തിനൊടുവിൽ അവരൊരു ശവശരീരം കണ്ടെത്തുകയാണ്. ഈ ശവശരീരം ഏതാണ്ട് 1 വർഷം മുൻപ് ഡെൻമാർക്ക് എക്സ്പെഡിഷൻ എന്ന പേരിൽ യാത്ര പോയ, പിയറി ചാനൽ കണ്ടെത്താൻ പോയ 3 പേരിൽ ഒരാളുടെ ശവശരീരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവശരീരം ഇവർ വ്യക്തമായി പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ആ ശരീരത്തിൽ നിന്നും ഇവർക്കൊന്നും കിട്ടുന്നില്ല. എന്നാൽ തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത, തങ്ങളുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി, തങ്ങളുടെ രാജ്യത്തിൻ്റെ സ്ഥലമാണ് ഗ്രീൻലാൻഡ് എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി ജീവൻ കൊടുത്ത അദ്ദേഹത്തിൻ്റെ ശവശരീരം ഇവരെല്ലാ രീതിയിലും ബഹുമാനിച്ചുകൊണ്ട് അവിടെ അടക്കം ചെയ്യുകയാണ്. കാരണം മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന രീതിയിലാണ് ശവശരീരം ഇവർക്ക് കിട്ടുന്നത്. അവർക്ക് സാധിക്കുന്ന രീതിയിൽ ഒരു കുഴി ഉണ്ടാക്കി അവരവിടെ അടക്കം ചെയ്യുകയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് അവർ നടന്ന സമയത്ത് പറഞ്ഞതുപോലെ അവർക്ക് ആ കൽക്കൂടാരം കാണാൻ സാധിക്കുകയാണ്. ഈ കൽക്കൂടാരം കണ്ട് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മുളയുടെ കുപ്പിയിൽ നിന്നും അവർ മാപ്പ് കണ്ടെത്തിയപ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവാണ്. പിയറി ചാനൽ നിലനിൽക്കുന്നില്ല എന്ന കണ്ടെത്തൽ പൂർണ്ണമായും നടത്തി കൃത്യമായ തെളിവോടെ മാപ്പ് പൂർണ്ണമായും പൂർത്തീകരിച്ച ചിത്രമായിരുന്നു അവർക്ക് കിട്ടിയത്. അതിൻ്റെ കൂടെ കുറച്ച് എഴുത്തുകളും ഉണ്ടായിരുന്നു.
എന്തെല്ലാമാണ് ഇവിടെയുള്ള സാധനങ്ങൾ, എന്തുകൊണ്ട് പിയറി ചാനൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായി എഴുതിയ കടലാസും ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇവർ വളരെ സന്തോഷിക്കുകയാണ്. ഇനി ഇത്രയും ദൂരം തങ്ങൾ നടന്നതും നായ്ക്കൾ വലിച്ചതുമായ ദൂരം തിരിച്ച് നടന്നു കഴിഞ്ഞാൽ കപ്പലിൻ്റെ അടുത്തെത്താം, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം, പിന്നീട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവാം. ഈ ആഗ്രഹത്തോടെ ഇവർ തിരിച്ചു നടക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. കോട്ടേജാക്കി വെച്ച ഈ അലബാമ എന്ന് പറയുന്ന കപ്പലിനടുത്തുകൂടെ മറ്റൊരു കപ്പൽ പോവുകയാണ്. യഥാർത്ഥത്തിൽ നായ്ക്കൾ വലിച്ച് അവരെത്തി തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങളും ആഴ്ചകളും പിന്നിട്ടിരിക്കുകയാണ്. അതായത് കപ്പലിൽ നിൽക്കുന്ന ആളുകൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഇവരെവിടെയോ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു, എവിടെയോ അകപ്പെട്ടു പോയിരിക്കുന്നു, ഇവരെ രക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല, അതിന് ഗവൺമെൻറ് തന്നെ വേണം. അതുകൊണ്ട് ഈ കപ്പലിൻ്റെ അടുത്തൂടെ വന്ന മറ്റ് കപ്പലിൽ കയറി ഇവർ നാട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. അതൊരു ചതിയായിട്ട് പെട്ടെന്ന് തോന്നുമെങ്കിലും ഇവരുടെ ലക്ഷ്യം ഈ ഒറ്റപ്പെട്ടു പോയ ആളുകളെ രക്ഷിക്കാൻ ഗവൺമെന്റിനോട് പറയുക എന്നത് തന്നെയായിരുന്നു. എന്താണെങ്കിലും ഈ കപ്പലിൽ ഇനി ഇവർ പോയ ആളുകൾ എങ്ങാനും തിരിച്ചു വന്നാൽ അവർക്ക് ഭക്ഷിക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം നല്ല വൃത്തിയായി പാക്ക് ചെയ്ത് കൃത്യമായി അടുക്കി വെച്ചായിരുന്നു ഈ ആളുകളെല്ലാം തിരിച്ച് നാട്ടിലേക്ക് പോയത്. ഈ സമയത്ത് ഈ കണ്ടെത്തലുകളുമായി, മരിച്ചവരുടെ കണ്ടെത്തലുകളുമായി ഈ ആളുകൾ തിരിച്ചു നടക്കുകയാണ്. ഇവാർ റിവേഴ്സണും എയ്നർ മിക്കൽസണും തിരിച്ചു നടക്കുന്നു. അവർക്ക് സകല ശക്തികളും ഉപയോഗിച്ചാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഭക്ഷണം തീർന്നിട്ട് ദിവസങ്ങളായിരിക്കുന്നു. ഈ സമയത്ത് തങ്ങളെ കാത്തു നിൽക്കുന്ന ആളുകൾ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. എന്താണെങ്കിലും ഇവർ തിരിച്ചു നടക്കുകയാണ്. ഈ നാട്ടിൽ പോയ ആളുകൾ, അതായത് ഡെൻമാർക്കിലെത്തിയ ആളുകൾ ഗവൺമെന്റിനോട് കാര്യം പറയുകയാണ്. ഇവർ പോയി തിരിച്ചു വരേണ്ട സമയമായിരിക്കുന്നു, പക്ഷേ അവർ തിരിച്ചു വന്നില്ല. ഞങ്ങൾ ഒരുപാട് ആഴ്ചകൾ കാത്തിരുന്നു, അവർ തിരിച്ചു വന്നില്ല. അവരെ രക്ഷിക്കാൻ ഒരു സംഘത്തെ അങ്ങോട്ട് അയക്കേണ്ടതാണ്. എന്നാൽ ഗവൺമെന്റ് ഇതിന് മറുപടിയായിട്ട് പറയുന്നത്, ഞങ്ങൾ ഇതിനോടകം ഒരുപാട് പണം ഈ ഒരു ദൗത്യത്തിന് വേണ്ടി ചിലവഴിച്ചതാണ്, ഇനി ഒരു നയാ പൈസ ഞങ്ങൾ ചിലവഴിക്കില്ല. അത് ഞാനൊരു കൊളോക്കിയലായിട്ട് പറഞ്ഞതാണ്. ഇനി ഒരു പണവും ചിലവഴിക്കില്ല എന്ന് ഗവൺമെന്റ് ഉറപ്പിച്ച് പറയുകയാണ്. ഇവർ ബെഗ്ഗിയാണ്. ഈ ആളുകൾ ഗവൺമെന്റിന്റെ കാലിൽ വീണ് പറയുകയാണ്, ഏതെങ്കിലും ആളുകൾ അവരെ രക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് പാരിതോഷികമെങ്കിലും നിങ്ങൾ പ്രഖ്യാപിക്കണം. എന്തായാലും ഈ വിവരം ആ രാജ്യത്തിന്റെ പല ഭാഗത്തുള്ള പര്യവേഷകരും അറിയുകയാണ്. അവരിവരെ രക്ഷിക്കാൻ വേണ്ടി സ്വയം തയ്യാറാവുകയും കൂടെ ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായി ഒരുപാട് ആളുകൾ വിവിധ കാലഘട്ടങ്ങളിൽ ഈ സ്ഥലങ്ങളിലേക്ക് യാത്ര പുറപ്പെടുന്നുമുണ്ട്. ഇവർ റിവേഴ്സണും എയ്നർ മിക്കൽസണും തിരിച്ചു വരുന്ന വഴിയിൽ ഒരുപാട് ക്ലേശകരമായ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഭക്ഷണമില്ല, പിന്നെ നല്ല തണുപ്പാണ്, കൊടിയ തണുപ്പാണ്. ഈ എല്ലിലെ മജ്ജ പോലും മരവിച്ച് പോകുന്ന രീതിയിലുള്ള കൊടും തണുപ്പാണ്. നമുക്കറിയാം, ഉത്തര ധ്രുവത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. എന്താണെങ്കിലും ഇവർ കഷ്ടപ്പെട്ട് നടക്കുകയാണ്. കാരണം ഇവരുടെ ലക്ഷ്യം സാധിച്ചിരിക്കുന്നു. ഇനി ഇത് തിരിച്ച് നാട്ടിലെത്തിച്ചാൽ മാത്രം മതി. അത് പ്രതീക്ഷിച്ച് ഇവർ നടക്കുകയാണ്. ദിവസങ്ങൾ നടക്കുന്നു. ഇവർക്ക് വല്ലാതെ പട്ടിണി വരുന്നുണ്ട്. ഇനി കുറഞ്ഞ ദൂരം മാത്രമേ തങ്ങളുടെ കപ്പൽ, അതായത് തങ്ങളുടെ കോട്ടേജിന് അടുത്തേക്കുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ എത്തുകയാണ്. പക്ഷേ തങ്ങൾ രണ്ടുപേരും മരിച്ചു പോയി എന്ന് പോലും അവർ ചിന്തിച്ചു പോവുകയാണ്. കാരണം അത്രത്തോളം ഇവർ ടയേർഡാവുകയാണ്. ഈ സമയത്ത് അവരൊരു കൽക്കൂടാരം ഉണ്ടാക്കുകയാണ്. കാരണം ഇവർക്കൊരു കൽക്കൂടാരത്തിൽ നിന്നുമാണ് ഈ സാധനം കിട്ടിയിരിക്കുന്നത്. ക്യാൻ എന്ന് പറയുന്ന ഒരു കൽക്കൂടാരത്തിൽ നിന്നുമാണ് ഈ മാപ്പും തെളിവുകളും എല്ലാം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവരൊരു കൽക്കൂടാരം ഉണ്ടാക്കി അതിനുള്ളിൽ ഈ മാപ്പും കാര്യങ്ങളും വെക്കുകയാണ്. കാരണം ഇനി മുന്നോട്ട് നടന്നാൽ തങ്ങൾ നിലത്ത് വീണ് മരിച്ചേക്കാം. അങ്ങനെ മരിച്ചാൽ തങ്ങളുടെ കയ്യിലുള്ള പേപ്പറുകളെല്ലാം നനഞ്ഞു പോവും, അല്ലെങ്കിൽ നശിച്ചു പോവും. അതുകൊണ്ട് ഈ തെളിവുകൾ ഇനി വരുന്ന ആരെങ്കിലും എടുക്കണം. കാരണം തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ഏതാനും ആളുകളുടെ കണ്ടെത്തലുകളാണ് തങ്ങൾ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നത്. അത് തങ്ങൾ വഴി നശിച്ചു പോകാൻ കാരണമാവരുത്. അതുകൊണ്ട് ഞങ്ങൾ മരിച്ചാലും ഈ തെളിവുകൾ ജീവിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ കൽക്കൂടാരം ഉണ്ടാക്കുന്നു, അവിടെ വെക്കുന്നു. എന്നാൽ ഭാഗ്യം എന്ന് പറയട്ടെ, ഇവർക്ക് ഈ കപ്പലിൽ എത്താൻ സാധിക്കുകയാണ്. പക്ഷേ എത്തിയ സമയത്ത് നമുക്കറിയാം, അവിടെ ആരുമില്ല. എല്ലാവരും ഇവരെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. തങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് തന്നെ ആദ്യം അവർ വിശ്വസിക്കുകയാണ്. പക്ഷേ അവിടെ കഴിക്കാൻ ഭക്ഷണമുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്. ആദ്യം അവർ തങ്ങളുടെ ശരീരം ഒന്ന് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയെടുക്കുകയാണ്, ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം ആരെങ്കിലും തങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ അവിടെ നിൽക്കുകയാണ്. ദിവസങ്ങൾ പിന്നിടുന്നു, ആഴ്ചകൾ പിന്നിടുന്നു, മാസങ്ങൾ പിന്നിടുന്നു. ഒരാൾ പോലും ഇവരെ രക്ഷിക്കാൻ വരുന്നില്ല. ഈ സമയത്ത് ഇവർ റിവേഴ്സണും എയ്നർ മിക്കൽസണും നിൽക്കുന്നത് ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് കൊടും തണുപ്പത്താണ്. ഇവർ റിവേഴ്സൺ ഈ സമയത്ത് ഒരുപാട് ഹാലൂസിനേഷൻ ഉണ്ടാവുന്നുണ്ട്. അതായത് തൻ്റെ മരിച്ചുപോയ മുത്തച്ഛനെ ഇദ്ദേഹം പല തവണ കാണുന്നുണ്ട്, പല തവണ സംസാരിക്കുന്നുണ്ട്. നമ്മൾ പൈറേറ്റ്സ് ഓഫ് ദി കരീബിയനിൽ ജോണി ഡെപ്പ് ഹാലൂസിനേറ്റ് ചെയ്യുന്നത് കാണുന്നില്ലേ? അതുപോലെ ഇദ്ദേഹം
പലതവണ ഹാലൂസിനേറ്റ് ചെയ്യാണ്, മരിച്ചവരുമായിട്ട് സംസാരിക്കുകയാണ്. അതായത് ഈ കൊടും തണുപ്പിൽ ആകെ കിളി പോയ അവസ്ഥയിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. പക്ഷേ ജീവൻ എങ്ങനെയെങ്കിലും നിലനിർത്തണമെന്ന് ഇവർ ഉറച്ചാഗ്രഹിക്കുകയാണ്. കുറച്ചുകൂടെ കാലം പിന്നിടുകയാണ്. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇവരിൽ ഒരാൾ ഒരു സ്വപ്നം കാണുകയാണ്. ഹിമക്കരടികൾ വന്ന് തങ്ങളുടെ ഈ കൂടാരം പൊളിച്ച് ഈ തെളിവുകളെല്ലാം നശിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന് ഈ കൂടാരത്തിൽ നിന്ന് തെളിവുകൾ എടുത്ത് നമുക്ക് കപ്പലിൽ കൊണ്ടുവരാം. ആരെങ്കിലും നമ്മളെ രക്ഷിക്കാൻ ഏതെങ്കിലും കാലത്ത് വരും. ഭക്ഷണം കുറച്ച് കാലത്തേക്കും കൂടെ ഉള്ളതുണ്ട്, നമുക്കതും കഴിച്ച് ഇവിടെ നിൽക്കാം. പക്ഷേ ഈ തെളിവുകൾ നശിക്കാൻ അനുവദിച്ചുകൂടാ. അതിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ടുപേരും ഈ കൂടാരത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇവർക്ക് ഹെൽത്തിയാണ്, അതുകൊണ്ട് ഇവർ കുറച്ച് ദിവസങ്ങൾ നടന്ന് കൂടാരത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ ക്യാനിൻ്റെ അടുത്തെത്തി ഇവർ ഈ തെളിവുകൾ എടുത്ത് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടു. ആ കപ്പലിൽ ഒരു പേപ്പർ ഉണ്ട്. അതായത് ഈ എക്സ്പെഡിഷന് പോകുന്ന ആളുകൾ, പര്യവേഷണത്തിന് പോകുന്ന ആളുകൾ പലപ്പോഴും തെളിവുകൾ എഴുതിയിടാറുണ്ട്. ഇവരെ രക്ഷിക്കാൻ ആളുകൾ വന്ന സമയത്തായിരുന്നു ഇവർ ഈ ക്യാൻ എടുക്കാൻ വേണ്ടിയിട്ട്, ക്യാൻ്റെ ഉള്ളിൽ നിന്നും ഈ തെളിവെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എഴുതി വെച്ചത്, ഞങ്ങളിവിടെ ഇവർ റിവേഴ്സനെയും എയ്നർ മിക്കൽസനെയും തേടി വന്നതാണ്, പക്ഷേ ഇവിടെ ആരുമില്ല. ആ സംഭവത്തോടെ ഇവരൊരു കാര്യം മനസ്സിലാക്കുകയാണ്, എവിടെ പോകുമ്പോഴും ഈ കപ്പലിൽ എന്തെങ്കിലും എഴുതിയതിന് ശേഷം മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ. എന്താണെങ്കിലും ഒരാൾ രക്ഷിക്കാൻ വന്നല്ലോ, ഒരു ടീം രക്ഷിക്കാൻ വന്നല്ലോ, ഇനിയും ഒരു പക്ഷെ ആരെങ്കിലും വന്നേക്കാം. അവർ കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു തവണ ഹിമക്കരടി ഇവരെ ആക്രമിക്കാൻ വരുന്നുണ്ട്. ഹിമക്കരടി നമുക്കറിയാം കാർണിവോറസ് ആണ്. ഈ മഞ്ഞിൻ്റെ ഭാഗങ്ങളിലാണ്, മഞ്ഞ് തടുപ്പേറിയ ഭാഗങ്ങളിലാണ്. അതുകൊണ്ട് മീനിനെയും ഈ അവിടെ ഉണ്ടായിരുന്ന ചെറിയ ജീവികളെയും ഒക്കെ പിടിച്ച് കഴിച്ചാണ് ഈ സാധനം ജീവിക്കുക. കരടിയല്ലേ, പച്ചക്കറിയല്ലേ കഴിക്കുമെന്ന് നമുക്ക് തോന്നും. പക്ഷേ പോളാർ റീജിയനിൽ പച്ചക്കറി കഴിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അവിടെ മാംസാഹാരി ആയാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റൂ. ഈ കരടി എന്തായാലും ഈ 2 മനുഷ്യരെയും ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് ഗൺ ഉപയോഗിച്ച് ആ കരടിയെ വെടിവെച്ച് കൊന്നാണ് അവർ രക്ഷപ്പെടുന്നത്. വളരെ കുറച്ച് ഭക്ഷണം കഴിച്ച് മാത്രമാണ് ഈ 2 പേരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും 1 വർഷവും 4 മാസവും കഴിയാണ്. അതായത് ഇവർ ഈ യാത്ര പുറപ്പെട്ട് അല്ലെങ്കിൽ അവിടെ ഒറ്റപ്പെട്ട് അകപ്പെട്ടു പോയിട്ട് 865 ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു ടീം ഇവരെ കണ്ടെത്തുകയാണ്. ആ സ്ഥലത്തേക്ക് പര്യവേഷണത്തിന് വന്ന ഏതാനും ആളുകൾ ഇവരെ കണ്ടെത്തുകയാണ്. ഇവരെ കണ്ടെത്തി ഇവരെ ഡെൻമാർക്കിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. ഈ തെളിവുകൾ അങ്ങനെ പുറം ലോകത്തിന് ലഭ്യമാവുകയാണ്. എന്താണെങ്കിലും ഈ തെളിവുകൾ കൊണ്ടുവന്ന ഈ ആളുകളെ ഡാനിഷ് ഗവൺമെന്റ്, ഡെൻമാർക്ക് ഗവൺമെന്റ് ആദരിക്കുന്നുണ്ട്. ലോകം തന്നെ ഞെട്ടിയ അസംഭവ്യമായിട്ടുള്ള ഒരു സർവൈവൽ തന്നെയായിരുന്നു എയ്നർ മിക്കൽസനും ഇവർ റിവേഴ്സനും നടത്തിയത്. 1957 ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി 2 Against the Ice എന്ന പേരിൽ എയ്നർ മിക്കൽസൺ ഒരു പുസ്തകവും രചിക്കുന്നുണ്ട്. ഇതേ പുസ്തകമാണ് ഒരിക്കൽ ഡെൻമാർക്കിന്റെ രാജ്ഞിയായ മാർഗരറ്റ് II പീറ്റർ ഫ്ലിന്ത് എന്ന ലോകപ്രശസ്തനായിട്ടുള്ള ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്ത ഹോളിവുഡിലെ പ്രശസ്തനായ സംവിധായകന് സമ്മാനിക്കുന്നത്. ഈ പുസ്തകം സമ്മാനിച്ച് രാജ്ഞി പറഞ്ഞത്, ഇതിൽ നിന്നും മനോഹരമായ ഒരു സിനിമ ജനിക്കട്ടെ എന്ന ആശംസയായിരുന്നു. അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നെറ്റ്ഫ്ലിക്സിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള എഗെയിൻസ്റ്റ് ദ ഐസ് എന്ന സിനിമ പിറക്കുകയാണ്. അതായത് നമ്മൾ ഇന്ന് പറഞ്ഞത് എഗെയിൻസ്റ്റ് ദ ഐസ് എന്ന സിനിമയ്ക്ക് ആധാരമായ യഥാർത്ഥ സംഭവങ്ങളുടെ ഒരു ചരിത്രം തന്നെയാണ്. ഒരുപക്ഷെ സിനിമ കണ്ട ആളുകൾക്കറിയാം, സിനിമയിൽ പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവുക. പല കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാവും. കാരണം സിനിമയല്ല നമ്മൾ പറയാറുള്ളത്, യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ച യഥാർത്ഥ ചരിത്രമാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. നമ്മുടെ പല വീഡിയോസിലും ഇങ്ങനെയല്ലല്ലോ സിനിമയിൽ കാണിക്കുന്നത് എന്ന കമൻറ്റുകൾ വരാറുണ്ട്. കാരണം സിനിമയിൽ സിനിമാറ്റിക് എലമെൻസിന് വേണ്ടി ആളുകളെ കുറച്ചുകൂടി ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടി കുറച്ച് ഫിക്ഷണൽ എലമെൻറ്റ്സ് കൂടെ കാണിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ ചാനലിൽ പറയാറുള്ളത് യഥാർത്ഥ ചരിത്രവും യഥാർത്ഥ സംഭവങ്ങളുമാണ്.